ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഏറെക്കുറെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അളവുകൾ ശരിയായിട്ട് വരാത്തത് കൊണ്ട് തന്നെ ബ്ലൗസ് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ആയിപ്പോയിട്ട് ഷോൾഡറോ നെക്കോ എല്ലാം കറക്റ്റ് ആവാണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരാറില്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തടയാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ അളവുകൾ കണ്ടുപിടിക്കാം. ഇനി അതേപോലെ തന്നെ ഈ ഓർഡേഴ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചെസ്റ്റ് അളവ് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഓർഡേഴ്സ് ഒന്നും നഷ്ടപ്പെടാണ്ട് നമുക്ക് അളവുകൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെസ്റ്റ് 36 ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുക? 36 ഡയറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യില്ല, ഇല്ലല്ലേ. പിന്നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ് എത്രയാണ് മാർക്ക് ചെയ്യേണ്ടത്? 36 ആണെന്നുണ്ടെങ്കിൽ 36/4 = 9 എന്ന് വരും. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് കിട്ടുന്നത്, 10 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത അളവ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ചെസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഷോൾഡറാണ് നമ്മൾ അടുത്തത് കണ്ടുപിടിക്കുന്നത്. ഷോൾഡർ = ചെസ്റ്റ് / 6. അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് 36 ആണെന്ന് തന്നെ വിചാരിക്കുക. ചെസ്റ്റ് 36 തന്നെയാണ്. /6 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 6 ഇഞ്ചസ് അല്ലേ. 36/6 = 6. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ഇതേപോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്ലൗസിൻ്റെ ഓരോ അളവുകളും നമ്മൾ ഇതേപോലെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഏജ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് 34 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ എങ്ങനെ ഇട്ട് കൊടുക്കുക? ചെസ്റ്റിൻ്റെ അവിടെ 34 ഇട്ട് കൊടുക്കുക. /6 ചെയ്യുമ്പോൾ നമുക്ക് 5.66 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതേപോലെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഫുൾ ലെങ്ത് ആണ്. നമ്മുടെ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് എത്രയാണെന്ന് വേണ്ടി വരുന്നതെന്ന് നോക്കാം. ചെസ്റ്റ് മാത്രമേ നമുക്കറിയുള്ളൂ. അപ്പോൾ ചെസ്റ്റ് /4 + 4 ഇതാണ് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെസ്റ്റ് ഞാനിവിടെ 36 തന്നെയാണ് എടുക്കുന്നത്. 36/4 + 4 അല്ലേ. അതാണ് നമ്മുടെ ഇക്വേഷൻ. 36/4 എന്ന് പറയുമ്പോൾ 9. അപ്പോൾ 9 + 4 = 13 പ്ലസ് സീമും കൂടെ കൊടുക്കണം. ഫുൾ ലെങ്ത് ആകുമ്പോൾ സീം കൊടുക്കണം. അപ്പോൾ സീമും കൂടെ ആഡ് ചെയ്യുക. നമുക്ക് താഴെയും മേളിലൊക്കെ ജോയിൻ ചെയ്യിക്കാനും മടക്കി അടിക്കാനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഫുൾ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം കേട്ടോ. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതിന് നമുക്ക് ചെസ്റ്റ് വേണ്ട, ഷോൾഡർ മതി. നമുക്ക് ആദ്യം നമ്മൾ ഷോൾഡർ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ആ ഷോൾഡർ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഷോൾഡർ /2 ഇതാണ് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ ഇപ്പോൾ ഒരു 7 ആണെന്ന് വിചാരിക്കുക. ഹാഫ് ഷോൾഡർ ആണ് കേട്ടോ. 7 ആണെന്ന് വിചാരിക്കുക. 7/2. ഫുള്ള് 14 ആയിരിക്കും നമ്മൾ ഹാഫ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഹാഫാണ് ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 3.5 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? പിന്നെ നെക്കിൻ്റെ ഇറക്കം ഇറങ്ങുന്നതിനൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. ഹാഫ് ഷോൾഡറാണ് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാക്ക് നെക്കിൻ്റെ ഡെപ്താണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആയിരുന്നു. ഇതിനകത്ത് നമ്മൾ ചെസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയൊക്കെ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് ബാക്ക് നെക്കിൻ്റെ ഡെപ്താണ്. സോറി, ഞാൻ വിഡ്ത്ത് എന്നാണ് എഴുതിയത്. വിഡ്ത്ത് അല്ല, ഡെപ്താണ്. നമുക്കത് വെട്ടിയിട്ട് ഡെപ്ത്ത് എന്ന് എഴുതാം കേട്ടോ. സോറി, എഴുതിയത് വന്നപ്പോൾ മിസ്റ്റേക്കാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷനുണ്ട്. ഓക്കെ, ഡെപ്ത്ത് ആക്കുവാണേ. ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് = ഫുൾ ലെങ്ത് -5. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എല്ലാം സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസാണ്. ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ് കേട്ടോ എല്ലാത്തിനും ഉള്ളത്. 14 ആണ് ഫുൾ ലെങ്ത് എങ്കിൽ 14 - 5. അപ്പോൾ അതാ എത്ര കിട്ടും? 9 കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്
15 ആണെങ്കിൽ 15 മൈനസ് 5 അപ്പോൾ 10 കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് കണ്ടുപിടിക്കുന്നത്. ആ പേജ് തീർന്നു, അടുത്ത പേജ് എടുത്താണ് കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ആം ഹോളാണേ. ഹോളും നമ്മൾ ചെസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആം ഹോളിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ചെസ്റ്റാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആം ഹോൾ ഈസ് ഈക്വൽ ടു ചെസ്റ്റ് ബൈ 8 + 1. ഇതാണ് ആം ഹോളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആം ഹോളിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനത് ആ ഫിഗറും കൂടെ വരച്ച് കാണിക്കാം കേട്ടോ, അത് ഏത് പോർഷൻ ആണെന്നുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ആം ഹോൾ വരുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഡോട്ടഡ് ലൈനുള്ള ഈ ഒരു ഇറക്കം, മനസ്സിലായോ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് ബൈ 8 + 1. ഇപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് 36 ആണെന്ന് വിചാരിക്കുക. 36/8 + 1. 36/8 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 4.5 + 1 = 5.5. ഷോൾഡറിന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സീം ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോള് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് കണ്ടുപിടിക്കാം. ആം റൗണ്ട് എന്ന് പറയില്ലേ, അതായത് നമ്മുടെ കൈക്കുഴിയുടെ ആ ഒരു പോർഷൻ ആം ഹോൾ റൗണ്ട്, ആം റൗണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ആ ഫിഗർ കാണിച്ചു തരാം. ഈ ഒരു കർവ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ ഇവിടെ, ഈ ഒരു കർവാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകും. നമ്മൾ ടേപ്പ് വെച്ചിട്ട് ലാസ്റ്റ് നോക്കത്തില്ലേ ആം റൗണ്ട് കറക്റ്റ് ആണോ എന്നൊക്കെ. അപ്പോൾ ആ ആം റൗണ്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ 4 - 1. മനസ്സിലായോ? അപ്പോൾ ചെസ്റ്റ് എത്രയാണെന്ന് കൊടുക്കുന്നതെന്ന് നോക്കുക. ഞാനിവിടെ 36 ചെസ്റ്റ് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണെന്ന് നോക്കുക. 36 / 4 - 1. 36/4 ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് ആൻസർ കിട്ടുക. 9 - 1 = 8. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളിൻ്റെ റൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ കൂടെ കാണിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ചെസ്റ്റ് ഈസ് ഈക്വൽ ടു 40 ആണെന്ന് വിചാരിക്കുക, 40 ആണെന്ന് വിചാരിക്കുക. 40 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും? 40/4. ചെസ്റ്റ് ബൈ 4ന് 42 കൊടുത്തു. 40/4 - 1 ഈസ് ഈക്വൽ ടു 10 - 1 ഈസ് ഈക്വൽ ടു 9 ഇഞ്ചസ് എന്ന് കിട്ടി. എല്ലാ ഇഞ്ചസിലാട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു റൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അത് അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ബ്ലൗസിൻ്റെ വേസ്റ്റാണ്. കാണുന്നുണ്ടായിരുന്നില്ല അല്ലേ? ബ്ലൗസിൻ്റെ വേസ്റ്റാണ് കേട്ടോ. വേസ്റ്റ് ഈസ് ഈക്വൽ ടു, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് -4 + 1. ചെസ്റ്റ് -4 + 1. ഇതാണ് ബ്ലൗസിൻ്റെ വേസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒരു 30 ആണെന്ന് വിചാരിക്കാം. 30 എടുക്കാം. 30 ആണെന്നുണ്ടെങ്കിൽ 30 - 4 + 1. അപ്പോൾ 30 - 4 + 1 എന്ന് പറയുമ്പോൾ നമുക്ക് 26 എന്ന് കിട്ടും. ഈ 1 എന്ന് പറയുന്നത് സീമാണ് കേട്ടോ. +1 ഞാൻ കൊടുത്തിട്ടില്ലേ? ആക്ച്വൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് -4 ആണ്, പിന്നെ അതിൻ്റെ കൂടെ സീം അലവൻസ് ആണ് കേട്ടോ. അപ്പോൾ 1 എന്ന് പറയുന്നത് സീമാണ് നമ്മൾ +1 അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് 26ൽ. മനസ്സിലായോ? +1 കൊടുക്കണം. 26 + 1 സീമാണ് കേട്ടോ. ഇനി നമുക്ക് ആ 26 മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് /4 ചെയ്യണം അല്ലേ? /4 ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുക. അപ്പോൾ 6.5 + സീം. ഇപ്പോൾ നമ്മൾ ബ്ലൗസിൻ്റെ വേസ്റ്റ് വരെ കണ്ടുപിടിച്ചു. ഇപ്പോൾ ചെസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇക്വേഷൻസിൽ ചെസ്റ്റ് അളവ് മാത്രം മാറ്റി കൊടുത്താൽ മതി, ബാക്കിയെല്ലാം സെയിമാണ്. പിന്നെ വേസ്റ്റ് കാണുമ്പോൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യാനുള്ള ആ ഒരു വാല്യൂ കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസും കൂടെ വെച്ചിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അതായത് മെയിൻ ടക്കിൻ്റെ കുറച്ച് ഇക്വേഷൻസും കൂടെ വരുന്നുണ്ട്, അതും കൂടെ പറഞ്ഞു തരാവേ. മെയിൻ ടക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ 10 ആണ്. മെയിൻ ടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റിന് താഴെയായിട്ട് വരില്ലേ, ആ ഒരു ടക്കാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ചെസ്റ്റ് ബൈ 10. അപ്പോൾ അത് മനസ്സിലാവാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ഫിഗർ പോലെ വരച്ച് കാണിച്ചു തരാം. റഫായിട്ട് വരയ്ക്കാം കേട്ടോ. എൻ്റെ വരയൊന്നും കണ്ട് പേടിക്കണ്ട, ഞാൻ ജസ്റ്റ് റഫായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് വരയ്ക്കുന്നതാണ്. നെക്ക് ആം ഹോളും വരച്ചു, താഴത്തേക്ക് ആ ഒരു ഷേപ്പ് ജസ്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഈ ഒരു താഴ്ഭാഗത്ത് വരുന്ന ഇതാണ് നമ്മുടെ മെയിൻ ടക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ചെസ്റ്റ് ബൈ 10. നമുക്കിനി ആ ഇക്വേഷനിൽ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെസ്റ്റ് ഞാനൊരു 30 ഇടുവാണെന്നുണ്ടെങ്കിൽ 30/10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 3 ഇഞ്ചാണ് അവിടുത്തെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. സിമ്പിളല്ലേ? ഇപ്പോൾ ചെസ്റ്റ് ഒരു 34 വിചാരിക്കുക. 34 എഴുതുവാണ്. അത് ചെസ്റ്റാണ് കേട്ടോ, ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇഫ് ചെസ്റ്റ് ഈസ് ഈക്വൽ ടു 34 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? 34/10. അപ്പോൾ നമുക്ക് 3.4 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പാണ് അവിടെ എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? 3.4 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻ ടക്ക് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെയിൻ ടക്കിൻ്റെ ഹൈറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു സെൻറ്ററിലെ ലൈൻ കണ്ടോ, ടക്കിൻ്റെ സെൻറ്റർ ലൈൻ ഇല്ലേ, അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ ചെസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ചെസ്റ്റ് വെച്ച് തന്നെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ചെസ്റ്റ് ബൈ 4+1. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? ചെസ്റ്റ് ഇപ്പോൾ ഒരു 32 ആണെന്ന് വിചാരിക്കുക. 32 ആകുമ്പോൾ 32/4 വരും അല്ലേ? 32/4 + 1 ഈസ് ഈക്വൽ ടു 32/4 8 +1 ഈസ് ഈക്വൽ ടു 9. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ടക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യില്ലേ, അതാണ് 9 ഇഞ്ച് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മെയിൻ ടക്കിൻ്റെ വിഡ്ത്താണ് കേട്ടോ. മെയിൻ ടക്കിൻ്റെ വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ബൈ 12 ആണ്. അത് ഞാൻ വരച്ച് കാണിക്കാം എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മൾ ആ ഒരു ട്രയാങ്കിൾ പോലെ ടക്ക് വരയ്ക്കുമല്ലോ. അപ്പോൾ ടക്കിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ എത്ര ഗ്യാപ്പ് എടുക്കണം എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ലേ, ആ ഒരു ഗ്യാപ്പാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചെസ്റ്റ് ബൈ 12 ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെസ്റ്റ് ഇപ്പോൾ ഞാനിവിടെ ഒരു 28 എടുക്കുവാണേ. ഇപ്പോൾ 28 നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് വിചാരിക്കുക. 28/12. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 2.3. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.3 ആണ് കിട്ടുക. അത് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ 2 ആയിട്ട് എടുക്കാം. മനസ്സിലായോ? അങ്ങനെ എടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ 1 ഇഞ്ച്, അപ്പർ സൈഡിൽ 1 ഇഞ്ച്. അപ്പോൾ സെൻറ്റർ ലൈൻ വരും, അപ്പുറം ഇപ്പുറം നമുക്ക് 1 ഇഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് മെയിൻ ടക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വേറെയും അളവുകൾ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഇപ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.